ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒക്കെ കേസ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, അതിൽ നമുക്ക് ഇത്ര ഡിഡക്ഷൻസ് കിട്ടും. അതേപോലെ നോക്കുകയാണെങ്കിൽ ഈ ഷെയർസ് ഒക്കെ ഗിഫ്റ്റ് ചെയ്യത്തില്ലേ നമ്മുടെ ഫ്രണ്ട്സിനായിക്കോട്ടെ ഫാമിലിക്ക് ആയിക്കോട്ടെ, ഇപ്പൊ ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നുണ്ടോ? അപ്പൊ ഷെയർസ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയെന്ന് വിചാരിച്ചോ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റം ഗിഫ്റ്റ് കിട്ടിയാൽ അത് നമുക്കൊരു ഇൻകം തന്നെയല്ലേ. അതായത് നമ്മൾ കൺസിഡറേഷൻ ഒന്നും കൊടുക്കാണ്ട് ഒരു സാധനം നമുക്ക് കിട്ടുകയല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. ബട്ട് അതിന് കുറച്ച് കേസസ് എന്തുണ്ട് ഇൻകം ടാക്സിൽ പറയുന്നുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും മൂവബിൾ പ്രോപ്പർട്ടിയാണ് ഗിഫ്റ്റ് കിട്ടുന്നതെങ്കിൽ ഒരു സ്പെസിഫൈ ചെയ്യുന്ന കുറച്ച് മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ട്. അത് ഗിഫ്റ്റ് കിട്ടിയാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. ഷെയർ ആൻഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 50,000 മുകളിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. ഫുൾ എമൗണ്ടിന് ടാക്സ് അടയ്ക്കണം. അതായത് ഒരു 1,00,000 രൂപ ഫെയർ മാർക്കറ്റ് വാല്യൂ ഉള്ള ഷെയർ ആണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആ 1,00,000 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം. അതോ 45,000 രൂപ ഫെയർ മാർക്കറ്റ് വാല്യൂ ഉള്ള ഷെയർ എനിക്ക് തന്നെങ്കിൽ ഞാൻ ടാക്സ് അടയ്ക്കേണ്ട. കാരണം 50,000 എന്ന് പറഞ്ഞ ലിമിറ്റ് അവിടെ ഉണ്ട്. 50,000 കൂടുതൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ഗിഫ്റ്റ് ഷെയർ കിട്ടിയാൽ മാത്രം ഞാൻ എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. അപ്പം 50,000 വരെ ശരിക്കും നമുക്ക് എക്സംപ്റ്റഡ് ആണ് അല്ലേ? അങ്ങനെയല്ല, 50,000 or 50,000 താഴെയുള്ള ഗിഫ്റ്റ് ആണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട. ബട്ട് 50,001 എന്ന് വെച്ചാൽ എന്താ, ഫുൾ എമൗണ്ടിന് ടാക്സ് അടയ്ക്കണം. ഇപ്പൊ നമ്മളൊരു 50,000 എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ കാര്യം പറഞ്ഞു. 50,000 മുകളിലാണെങ്കിൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെന്റ് ആയിട്ട് നമ്മളൊരു ജയിലർ എന്ന് പറഞ്ഞ സിനിമയിൽ അനിരുദ്ധിന് അതിന്റെ ഡയറക്ടർ ആണെന്ന് തോന്നുന്നു ഒരു വലിയൊരു ബ്രാൻഡ് ന്യൂ ലക്ഷറി കാറ് ഗിഫ്റ്റ് ചെയ്തു. അപ്പൊ അങ്ങനത്തെ കേസിൽ വരുമ്പോൾ ഈ പറയുന്ന ടാക്സ് കാര്യങ്ങൾ പേ ചെയ്യേണ്ടി വരത്തില്ലേ? മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിൽ നമുക്ക് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മൂവബിൾ പ്രോപ്പർട്ടി നമുക്ക് കിട്ടിയാൽ മാത്രം എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. സ്പെസിഫൈഡ് മൂവബിൾ പ്രോപ്പർട്ടിയിൽ കാർ വരുന്നില്ല. അപ്പൊ കാർ വരാത്തത് കൊണ്ട് തന്നെ കാർ എനിക്ക് ഗിഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ത് തന്നെയാണെങ്കിലും 50,000 കൂടുതലോ കുറവോ എന്ത് തന്നെയാണെങ്കിലും എന്ത് ചെയ്യണ്ട, ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആവശ്യമില്ല. അതായത് ഇപ്പം കൊടുക്കുന്ന ആളും ചെയ്യേണ്ടെന്നാണോ അതോ ലൈക്ക് അത് കിട്ടുന്ന ആള് ചെയ്യേണ്ടെന്നാണോ? അത് കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു പേഴ്സണൽ അസറ്റ് ആണ് അല്ലേ. പേഴ്സണൽ അസറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ വിറ്റു, ഇതെന്ത് ചെയ്യണ്ട, കൊടുക്കുന്ന ആളും ടാക്സ് ചെയ്യണ്ട. കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്താ, സ്പെസിഫൈഡ് മൂവബിൾ പ്രോപ്പർട്ടിയിൽ വരാത്തൊരു ഗിഫ്റ്റാ. കിട്ടുന്ന ആൾക്കാണല്ലോ ശരിക്കും അത് ഒരു ഗിഫ്റ്റ് ആയി കിട്ടുന്നത്. അയാൾക്ക് ശരിക്കും സ്പെസിഫൈഡ് മൂവബിൾ പ്രോപ്പർട്ടിയിൽ വരാത്തൊരു ഐറ്റാ കാർ എന്ന് പറയുന്നത്. ഇപ്പൊ കാറാണ്, ഫോണാണ്, ഇതൊക്കെ എന്താ സ്പെസിഫൈഡ് മൂവബിൾ പ്രോപ്പർട്ടിയിൽ വരുന്നില്ല. അതുകൊണ്ട് ഇനി ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യണ്ട, ടാക്സ് അടയ്ക്കേണ്ട. നേരത്തെ പറഞ്ഞ ഷെയറിന്റെ കേസ് ആണെങ്കിൽ പോലും ഷെയർ എനിക്ക് കിട്ടിയത് ഓൺ ഒക്കേഷൻ ഓഫ് എന്റെ മാരേജിനാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടുമെങ്കിൽ മാരേജിനാണെങ്കിൽ ചോദിക്കണം എന്ന് വിചാരിച്ച ഒരു കാര്യമാണ്. ലൈക്ക് മാരേജിന് കാര്യങ്ങൾക്ക് നമുക്ക് ഗിഫ്റ്റ് കിട്ടത്തില്ലേ, അപ്പൊ ആ കേസൊക്കെ എങ്ങനെയാണ് അപ്പൊ വരുന്നത്? ഇപ്പൊ എന്റെ മാരേജ് അസസ് അതായത് ആരുടെ ടാക്സ് ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, അയാളുടെ മാരേജിന്റെ സമയത്താണ് അയാൾക്ക് ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടിയെങ്കിൽ അയാൾ ടാക്സ് അടയ്ക്കേണ്ട. അതുപോലെ തന്നെ അയാൾക്ക് കിട്ടിയത് അയാളുടെ കുടുംബക്കാരുടെ നിന്നാണ്, മാരേജിന്റെ സമയത്തല്ല. അല്ലാണ്ട് തന്നെ കുടുംബക്കാർ, റിലേറ്റീവ്സ്, അതായത് കുടുംബക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെടൂല. ഇൻകം ടാക്സ് പറയുന്ന കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്. അപ്പൊ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നാണ് അയാൾക്ക് എന്ത് ചെയ്യുക, ഗിഫ്റ്റ് കിട്ടിയെങ്കിൽ അയാൾ ടാക്സ് അടയ്ക്കേണ്ട. ഈവൻ ഇഫ് അതെന്താ ഷെയർ ആണ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മൂവബിൾ പ്രോപ്പർട്ടി ആണ് എങ്കിലും പോലും എന്ത് ചെയ്യണ്ട, ടാക്സ് അടയ്ക്കേണ്ട. അപ്പൊ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കിട്ടിയ ടാക്സ് അടയ്ക്കേണ്ട. എന്റെ മാരേജിന്റെ സമയത്ത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാലും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഈ ഇപ്പോ ഷെയർസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഷെയർസിന്റെ കേസിൽ കുറെ ആൾക്കാർ ലോങ് ടേമിലേക്ക് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ശരിക്കും ഇതിന്റെ ഒരു ടാക്സ് കാര്യങ്ങൾ ഡിഫറെന്റ് ആണോ? അതായത് ഷോർട്ട് ടേമിലേക്ക് ഡിഫറെന്റ് ആണോ, ലോങ് ടേമിലേക്ക് ഡിഫറെന്റ് ആണോ? അപ്പം ഇതിൽ ഏത് ചെയ്യുന്നതായിരിക്കും നല്ലത്? ടാക്സ് കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരിക്കും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ? അത് നമ്മുടെ ഇൻകം അനുസരിച്ചിരിക്കും. അതായത് ഇതിന്റെ രണ്ടിന്റെയും ടാക്സബിലിറ്റി രണ്ടും ഡിഫറെന്റ് ആണ്. അതായത് നമ്മളൊരു ലിസ്റ്റഡ് സെക്യൂരിറ്റി ആണ്, അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ലിസ്റ്റഡ് സെക്യൂരിറ്റി ആണ് ഞാൻ ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് വാങ്ങിയെന്ന് വിചാരിച്ചോ. അത് 12 മാസമാണ് ലിസ്റ്റഡ് ഷെയർസിന്റെ നമ്മൾ ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ തീരുമാനിക്കുക. അതായത് നമ്മൾ വാങ്ങിയിട്ട് 12 മാസത്തിന് മുന്നേ ആണ് വിൽക്കുന്നതെങ്കിൽ അതെന്താ, ഷോർട്ട് ടേം ആണ്. 12 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വിൽക്കുന്നതെങ്കിൽ അതെന്താ, ലോങ് ടേം ആണ്. അപ്പൊ ഷോർട്ട് ടേം സെക്യൂരിറ്റി ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസിന്റെ കേസിലാണെങ്കിൽ ഷോർട്ട് ടേം ആണെങ്കിൽ അത് പുതിയ അമെൻമെന്റ് വന്നിട്ടുണ്ട്. അതായത് ഈ വർഷം തൊട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എത്ര രൂപയാണോ ഷോർട്ട് ടൈം ആയി കിട്ടിയത് അതിന്റെ മുകളിൽ 20% നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. ഷോർട്ട് ടൈം ആണെങ്കിൽ, ഷോർട്ട് ടൈം ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 20% ടാക്സ് ചെയ്യണം. അത് ലോങ് ടൈം ആണെന്ന് വിചാരിച്ചോ. ലോങ് ടൈം ആണെങ്കിൽ നമുക്ക് എത്രയാണോ ഇൻകം കിട്ടിയത് അതിന് 1,25,000 വരെ ഞാൻ എന്ത് ചെയ്യണ്ട, ടാക്സ് അടയ്ക്കണ്ട. എനിക്ക് 1,50,000 ഇൻകം ആയി കിട്ടിയെന്ന് വിചാരിച്ചോ, അതിൽ 1,25,000 വരെ ഞാൻ എന്ത് ചെയ്യണ്ട,
ടാക്സ് അടയ്ക്കേണ്ട. 1,25,000 കഴിഞ്ഞു വരുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് ഞാൻ 12% എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് അടയ്ക്കണം. ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഷെയർസിന്റെ കാര്യം പറഞ്ഞു, ഇപ്പം ഇൻട്രാഡേ ട്രേഡ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് അന്ന് തന്നെ വാങ്ങുന്നു വിൽക്കുന്നു ആ ഒരു. അപ്പം അവിടെ ഇപ്പൊ ഒരു ബൾക്ക് എമൗണ്ട് പ്രോഫിറ്റ് കിട്ടിയെന്നിരിക്കട്ടെ, ഒരു ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 lakhs 20 lakhs ഒക്കെ ഒരു ഒറ്റ ദിവസത്തിൽ പ്രോഫിറ്റ് കിട്ടി. അപ്പൊ അവിടുത്തെ കേസിൽ എന്തായിരിക്കും അതിന്റെ ഒരു ടാക്സിന്റെ കാര്യങ്ങൾ? അവർക്ക് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആണ്. ഇൻട്രാഡേനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രാഡേ, അതായത് ഇൻകം ടാക്സിൽ ഇൻട്രാഡേ നമ്മൾ ഷെയർ വാങ്ങും വെക്കുകയാണ് ചെയ്യുന്നത് സെയിം ദിവസം തന്നെ. അതിനെ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള രീതിയിലല്ല കൺസിഡർ ചെയ്യുന്നത്, അതിനൊരു ബിസിനസ് ഇൻകം ആയിട്ടാണ് ഇൻട്രാഡേ കൺസിഡർ ചെയ്യുന്നത്. ഒരു ബിസിനസ് ഇൻകം ആയിട്ട് ഒരു സാധനം കൺസിഡർ ചെയ്താൽ നമുക്ക് അതിന്റെ എഗനിസ്റ്റ് എന്ത് ചെയ്യാം, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറുകൾ നമുക്ക് ക്ലെയിം ചെയ്ത് ബാക്കിയുള്ള എമൗണ്ടിന് ടാക്സ് അടച്ചാൽ മതി. ഇപ്പൊ ഇൻട്രാഡേ ഒരു 10 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കട്ടെ. ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടി എനിക്ക് കുറെ എക്സ്പെൻഡിച്ചർ ചെലവായി. ഞാൻ ചെയ്ത് ഒരു സാലറീഡ് പേഴ്സണെ വെച്ചു, സാലറി എനിക്ക് എക്സ്പെൻഡിച്ചർ ആണ്. ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തു, റെന്റ് എനിക്ക് എക്സ്പെൻഡിച്ചർ ആണ് അല്ലെ. അപ്പൊ ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടി ഞാൻ കുറെ ലാപ്ടോപ്സ് വാങ്ങിയിട്ടുണ്ട്, ആ ലാപ്ടോപ്സിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് എക്സ്പെൻഡിച്ചർ ആണ്. അങ്ങനെ എല്ലാ ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ എക്സ്പെൻഡിച്ചർ ചെലവായിട്ടുണ്ടോ ആ എക്സ്പെൻഡിച്ചർ എല്ലാം എനിക്ക് ഡിഡക്ഷനായി ക്ലെയിം ചെയ്ത് ബാക്കിയുള്ള എമൗണ്ടിന് എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. അതായത് 10 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 ലക്ഷത്തിനൊരു ടാക്സ് അടയ്ക്കേണ്ട. ഈ 10 ലക്ഷത്തിന് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഇൻകം ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറുകൾ എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് എടുത്തുകൊണ്ട് ബാക്കിയുള്ള എമൗണ്ടിന് ടാക്സ് അടച്ചാൽ മതി. അപ്പൊ ശരിക്കും ഒരു ട്രേഡറിനെ സംബന്ധിച്ച് ന്യൂ ടാക്സ് റെജീം ആണോ അല്ലെങ്കിൽ ഓൾഡ് ടാക്സ് റെജീം ആയിരിക്കോ നമുക്ക് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും എങ്ങനെയാണ് ടാക്സ് റേറ്റ് കാര്യങ്ങളൊക്കെ, അത് ഫിക്സഡ് റേറ്റ് ആണ് അല്ലെ, സ്ലാബ് റേറ്റ് അല്ല. നമുക്ക് 2 റേറ്റ് ആണുള്ളത്. സ്ലാബ് റേറ്റ്, അതായത് ഇങ്ങനെ 2.5 ലക്ഷം വരെ ടാക്സ് ചെയ്യേണ്ട, അടുത്ത 2.5 ലക്ഷം വരെ ഇത്രയും, അങ്ങനെ ഒരു സ്ലാബ് അല്ല അവർക്ക് പറഞ്ഞിരിക്കുന്നത്. അവർ ഫിക്സഡ് ആയിട്ട് ഇത്രയും ടാക്സ് റേറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് പുതിയ സ്കീം പ്രകാരം 3 ലക്ഷം വരെ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട. സ്ലാബാണ് ഞാൻ പറയുന്നത്. അതായത് ഈ പറയുന്ന ഷോർട്ട് ടേം ആണെങ്കിൽ അതിനല്ല, അതായത് ഷോർട്ട് ടൈം ആണെങ്കിൽ ലോങ് ടൈം ആണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഫിക്സഡ് റേറ്റ് ആണ് ഷെയർ ട്രേഡിംഗിന് വരുന്നത്. യെസ്, കറക്റ്റ്. അത് പറയുന്നത് ലോങ് ടൈം ആണെങ്കിൽ 1.25 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട, 1.25 മുകളിൽ വന്നതിന് 12.5%. ഷോർട്ട് ടൈം ആണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് 20% അടയ്ക്കണം. ഓക്കെ, ഇവർക്ക് ഇങ്ങനെ ഫിക്സഡ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ബേസിക് എക്സംഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതായത് സ്ലാബിൽ ഇത് ഫിക്സഡ് റേറ്റ് അല്ലേ നമ്മൾ പറയുന്നത്, സ്ലാബ് റേറ്റിൽ നമ്മൾ ന്യൂ റെജീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 3 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞ സാധനമല്ലേ. ഓൾഡ് റെജീം ആണെങ്കിൽ 2.5 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട. അപ്പൊ ഈ 3 ലക്ഷവും 2.5 ലക്ഷവും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഇൻകത്തിന്റെ എഗനിസ്റ്റ് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ സാധിക്കും. അതായത് മറ്റൊരു ഇൻകം എനിക്കില്ല, സ്ലാബ് റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ഒരു ഇൻകം എനിക്കില്ല. അതായത് സാലറി, അതുപോലെ ബിസിനസ് ഇൻകം, ഇങ്ങനത്തെ ഒരു ഇൻകം എനിക്കില്ല. എനിക്ക് ഈ ട്രേഡിംഗ് ഇൻകം മാത്രമേ ഉള്ളൂ, അതായത് ഷോർട്ട് ടൈമും ലോങ് ടൈം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 3 ലക്ഷവും 2.5 ലക്ഷത്തിന്റെയും ബേസിക് എക്സംഷൻ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അല്ലെ. കാരണം സ്ലാബ് റേറ്റിൽ ഒരു ഇൻകം ടാക്സ് ചെയ്യുന്നില്ല, ഈ സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ഒരു ഇൻകം ഉള്ളൂ. അപ്പൊ ഈ ഇൻകത്തിന്റെ അനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ആ ഒരു ബേസിക് എക്സംഷൻ ഉണ്ടല്ലോ, ആ 3 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറഞ്ഞ ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ, ആ ബെനിഫിറ്റ് ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാം, അവൈൽ ചെയ്യാം. അപ്പൊ ഏറ്റവും നല്ലത് എന്തായിരിക്കും, ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് 3 ലക്ഷം ബേസിക് എക്സംഷൻ കിട്ടും എനിക്ക് അവിടെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ പറയുന്ന മാതിരി എക്സ്പെൻസ് നമുക്ക് ഇതിനകത്ത് സെറ്റിൽ ഓഫ് ചെയ്യാമെന്ന്. അതായത് ഇപ്പം ട്രേഡിംഗിന്റെ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു സാലറിഡ് എംപ്ലോയിനെ വെച്ചു, അതല്ലെങ്കിൽ ലാപ്ടോപ്സ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വാങ്ങി, അതല്ലെങ്കിൽ ഒരു റെന്റൽ ഹൗസ് എടുത്തു. അതിനെന്തെങ്കിലും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഈ പറയുന്ന മാതിരി എന്തെങ്കിലും ഒരു ഡോക്യുമെന്റോ അല്ലെങ്കിൽ അത് റൈറ്റ് ആണെന്ന് കാണിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടിയോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? നമ്മളിതൊരു ബിസിനസ് ഇൻകം ആയി ട്രീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക, എക്സ്പെൻഡിച്ചർ ഡിഡക്ഷൻ ആയി കിട്ടുക. നമ്മൾ എന്ത് ഡിഡക്ഷൻ ആയി കിട്ടുന്നെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു സപ്പോർട്ടിങ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അതായത് എന്തെങ്കിലും ഒരു അസസ്മെന്റ് വന്നു, നമ്മൾ ഇതിനോട് സപ്പോർട്ടിങ് അവർ ചോദിച്ചു, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഈ എക്സ്പെൻഡിച്ചറിന്റെ ഒക്കെ സപ്പോർട്ടിങ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ നമ്മൾ എന്ത് എക്സ്പെൻഡിച്ചർ വന്നാലും എന്ത് ചെയ്യാം, ഫോർ ദി പർപ്പസ് ഓഫ് ഇതേമാതിരി ഐ മീൻ എന്തെങ്കിലും ഒരിക്കൽ ഇവർ ചോദിക്കുമെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇപ്പൊ നമ്മള് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ പറഞ്ഞു, അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഇൻട്രാഡേ പറഞ്ഞു. ഇതേപോലൊരു സെഗ്മെന്റ് ആണല്ലോ ശരിക്കും ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉള്ളതും ഓപ്ഷൻസിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഓപ്ഷൻസിൽ അറൌണ്ട് 30% എന്തോ ടാക്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നതും ഇൻകം ടാക്സിൽ നമ്മൾ ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇൻട്രാഡേ അതിന്റെ കാര്യം പറഞ്ഞു, ബട്ട് ഇത് രണ്ടിനെയും സെപ്പറേറ്റ് ആയി, അതായത് നോർമൽ ബിസിനസ് എന്നുള്ള രീതിയിലല്ല. ഇൻട്രാഡേനെ ഞാൻ കാണുന്നത് സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. അതായത് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിന് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടേഷനിലൊന്നും ഡിഫറൻസ് ഇല്ല, ബട്ട് സ്പെക്കുലേറ്റീവില് നമുക്ക് എന്ത് ചെയ്യാം, ലോസിന്റെ കാര്യത്തിൽ മാത്രമല്ല ഒരു വ്യത്യാസം. സ്പെക്കുലേറ്റീവ് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻട്രാഡേയിൽ ഒരു ലോസ് സംഭവിച്ചു, ഓക്കെ, ഇൻട്രാഡേയിൽ നമുക്കൊരു ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
അത് ഫ്യൂച്ചർ ഇയറിലേക്ക് കൊണ്ടുപോകാം, ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഇൻട്രാഡേ തന്നെ ഇൻകം എന്നാണോ ജനറേറ്റ് ചെയ്യുന്നത് അന്ന് ഈ സാധനം സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പം നമുക്കൊരു 10 lakh rupees പ്രോഫിറ്റ് കിട്ടിയെന്നിരിക്കട്ടെ, അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ആ ഒരു മന്തിൽ ഒരു 2 lakh 3 lakh നമുക്ക് ലോസും വന്നു. അതായത് അപ്പൊ 10 lakh എന്ന് ഈ പറയുന്ന ലോസ് കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ടിന് നമ്മൾ പേ ചെയ്യേണ്ടി വരുള്ളൂ. അതായത് പ്രോഫിറ്റിന് മാത്രമല്ല നമുക്ക് ഇത് ലോസിൽ സെറ്റ് ഓഫ് ചെയ്യാം. അപ്പം അതേപോലെ തന്നെ ഇപ്പം നമുക്കൊരു ലോസ് ആണ് വന്നത്, ഫസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, നമുക്കൊരു 3 ലക്ഷം രൂപ ലോസ് വന്നു എന്നിരിക്കട്ടെ. നെക്സ്റ്റ് മന്തും നമുക്കൊരു 3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം രൂപ ലോസ് വന്നു. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനുശേഷം ഒരു 10 lakhs വല്ലോ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടിയെന്നാണെങ്കിലും സ്റ്റിൽ ഇത് നമുക്ക് ഈ കഴിഞ്ഞ മാസത്തെ ലോസുകൾ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? പറ്റും, അത് പറ്റും. കഴിഞ്ഞ മാസത്തെ എന്നല്ല, നമ്മൾ ഇയർലി നോക്കുകയാണെങ്കിൽ ഒരു ഇയറിൽ എനിക്ക് ഇൻട്രാഡേ ലോസ് ആണെന്ന് വിചാരിച്ചോ, ഈ വർഷം ലോസ് ആണെങ്കിൽ നമുക്ക് ആ ലോസ് എന്ത് ചെയ്യാം, ITR ഫയൽ ചെയ്താൽ മാത്രം എന്ത് ചെയ്യാം, അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ ലോസ് ആണെങ്കിൽ എന്ത് ഫയൽ ചെയ്യണം, ITR ഫയൽ ചെയ്യണം. അപ്പൊ ITR നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് ഈ വർഷം 10 ലക്ഷം ലോസ് ആണെന്ന് വിചാരിച്ചോ, അടുത്ത ലക്ഷം 20 ലക്ഷം ഗെയിൻ ഉണ്ടായി ഇൻട്രാഡേയിൽ. അപ്പൊ 20 ലക്ഷത്തിന് അടച്ചടക്കേണ്ട, കഴിഞ്ഞ വർഷത്തെ 10 ലക്ഷം സെറ്റ് ഓഫ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ആ 10 ലക്ഷത്തിന് എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. അതിനാണ് സെറ്റ് ഓഫ് എന്ന് പറയുക, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് എന്ന് പറയും. അതായത് ഓൾറെഡി നമുക്ക് ഈ വർഷം ലോസ് ഉണ്ടായിരുന്നു, ഇൻട്രാഡേയിൽ ലോസ് ഉണ്ടെങ്കിൽ ഇൻട്രാഡേന്റെ അഗനിസ്റ്റ് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, സ്പെക്കുലേറ്റീവ് ഇൻകത്തിന്റെ അഗനിസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻട്രാഡേയിലുള്ള ലോസ് ഒരിക്കലും നമുക്ക് ഓപ്ഷൻസിൽ കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓപ്ഷൻസിനെ ഞാൻ നോർമൽ ബിസിനസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻട്രാഡേനെ സെപ്പറേറ്റ്ലി വേറെ സെഗ്മെന്റ് ആണ് സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയും. ആ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു ലോസ് സംഭവിച്ചാൽ അതിന്റെ അഗനിസ്റ്റ് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം സെഗ്മെന്റിൽ നിങ്ങൾക്ക് എന്തുണ്ടാവണം, ഒരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. 4 വർഷം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാം. അതായത് ഈ വർഷം ഒരു ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത 4 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തുണ്ടാവണം, ഒരു ഇൻട്രാഡേ തന്നെ ഒരു ഇൻകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻസിന്റെ കേസിലും സെയിം ഈ 4 years ആണ്. അല്ല, ഓപ്ഷൻസിന് നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനെയും ബിസിനസ് ഇൻകം ആയിട്ടാണ് ആൻസർ ചെയ്യുന്നത്. ബട്ട് അതിനെ നോർമൽ ബിസിനസ് ഇൻകം ആയിട്ടാണ് ആൻസർ ചെയ്യുന്നത്. അവർക്ക് 8 വർഷം വരെ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാം. അവർക്ക് ഇങ്ങനെ നോർമൽ ബിസിനസ് ഇൻകം, അതായത് നമുക്ക് ഈ വർഷം ലോസ് ഉണ്ടായി, ആ ലോസ് നോർമൽ ബിസിനസിന്റെ അഗനിസ്റ്റ് മാത്രമല്ല, നിങ്ങൾക്ക് അടുത്ത വർഷം എന്തുണ്ടായി, ഒരു ഇൻട്രാഡേയിൽ പ്രോഫിറ്റ് ഉണ്ടായി. ഇൻട്രാഡേന്റെ പ്രോഫിറ്റ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യാം, നോർമൽ ബിസിനസ് ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നോർമൽ ബിസിനസ് ലോസിന് അങ്ങനെ ലിമിറ്റേഷൻ ഒന്നുമില്ല, ഏത് ബിസിനസ് ഇൻകത്തിന്റെ അനുസരിച്ചാണെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാം. 8 വർഷം വരെ അത് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാം. 8 വർഷത്തിനുള്ളിൽ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മതി. നമ്മള് ട്രേഡിങ്ങിൽ, അതായത് ഇൻട്രാഡേ അതേമാതിരി ഷോർട്ട് ടേം ലോങ് ടേം പറഞ്ഞു, അതേമാതിരി ഓപ്ഷൻസും ഫോറക്സും ഒക്കെ പറഞ്ഞു. അതേപോലുള്ള ഒരു കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളാണ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ആണ് ഇപ്പം കൂടുതൽ ആൾക്കാർ നോക്കുന്ന റേറ്റ്സ്, റിയൽ എസ്റ്റേറ്റ്. അപ്പൊ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ടാക്സ് ഇംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നുള്ള രീതിയിലല്ലേ കൊണ്ടുനടക്കുന്നത്. ഇപ്പൊ നോർമൽ നമ്മളൊരു ബിസിനസ്സിനെ എങ്ങനെയാണോ ടാക്സ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, റിയൽ എസ്റ്റേറ്റിനെ ടാക്സ് ചെയ്യുക. റിയൽ എസ്റ്റേറ്റിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, ഒരു ലാൻഡ് വാങ്ങി, ആ ലാൻഡ് വാങ്ങി നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ആയിട്ട് കാണിക്കാം. ഇപ്പൊ ലാൻഡ് വിൽക്കുന്ന നമുക്ക് എന്ത് ചെയ്യാം, നോർമലി സെയിൽ ആയിട്ട് കാണിക്കാം. അതായത് അവിടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്നത് ലാൻഡും ഇതുപോലത്തെ പ്രോപ്പർട്ടീസും ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന് സ്പെഷ്യൽ ഡിഡക്ഷൻ എന്ന് പറയാൻ ജോയിന്റ് ഡെവലപ്മെന്റ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹയർ ഒരു ഡിഡക്ഷൻ ഉണ്ട്. അതായത് അവർക്ക് ഇപ്പോ ഫ്ലാറ്റ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നവർ അവർ ലാൻഡ് വാങ്ങിയിട്ടായിരിക്കില്ല കൺസ്ട്രക്ട് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യാം, ഒരു ലാൻഡ് ഒരു ഓണറിന് നമ്മൾ പൈസ കൊടുത്ത് ചിലപ്പോൾ വാങ്ങൂല. അവരെന്ത് ചെയ്യും, ഓണറിനോട് പറയാണ് ഞാൻ ഇവിടെ ഒരു ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം ഒരു 2 ഫ്ലാറ്റ് നിങ്ങൾക്ക് തരാം എന്നുള്ള കൺസിഡറേഷനിലായിരിക്കും പോണത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതായത് ഇപ്പൊ എന്ത് ചെയ്യാം, ഇപ്പൊ അവർക്കാണെങ്കിലും, അതായത് ഫ്ലാറ്റ് ഇപ്പൊ സ്ഥലം കൊടുക്കുന്ന ആളാണെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാം, ആ സ്ഥലത്തിന് സെയിലായിട്ട് കാണിക്കുമ്പോൾ ഈ എമൗണ്ട് കാണിച്ചാൽ മതി, ആ ഫ്ലാറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എടുത്ത് കാണിക്കാം. അതായത് അങ്ങനത്തെ കുറച്ച് ഡിഡക്ഷൻ. അതായത് നോർമലി എങ്ങനെയാണോ നമ്മൾ സ്റ്റോക്കിനെ സ്റ്റോക്ക് ബിസിനസ് സാധാ ബിസിനസ് എങ്ങനെയാണോ ടാക്സ് ചെയ്യുന്നത് അതുപോലെ ടാക്സ് ചെയ്യും. അതായത് ഇപ്പൊ നമുക്കൊരു റിയൽ എസ്റ്റേറ്റ് വിറ്റ് കിട്ടുന്ന പൈസന്റെ ആ ഒരു പ്രോഫിറ്റ് ആണല്ലോ അത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന എക്സ്പെൻസ് കാര്യങ്ങൾ മൈനസ് ചെയ്യാം. കാരണം ബിസിനസ് ആണല്ലോ. ബിസിനസ് ഇൻകം കാണിച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റവന്യൂ എക്സ്പെൻഡിച്ചറും നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ആയി കാണിക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ P&L ചാർജ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ കാണിക്കാൻ പാടില്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് ഡിപ്രിസിയേഷൻ കാണിക്കാം. അല്ലാതെ റവന്യൂ എക്സ്പെൻഡിച്ചർ റിലേറ്റിംഗ് ടു ബിസിനസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെൻഡിച്ചർ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതേപോലെ ഇത് ലൈക്ക് ഇപ്പൊ ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് മാതിരി തന്നെ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോൾഡ് എന്ന് പറഞ്ഞു. ഇപ്പം കൂടുതൽ ആൾക്കാർ ഫിസിക്കൽ ഗോൾഡ് വിട്ടിട്ട് ഡിജിറ്റൽ ഗോൾഡിലേക്ക് പോകുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ
അതിന്റെ ഒരു ടാക്സ് കാര്യങ്ങൾ വരുന്നത് എങ്ങനെയാണ്? ഓക്കെ, ആ കേസിലാണെങ്കിലും നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് നമുക്കത് ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണെന്ന് വിചാരിച്ചു. നമ്മുടെ ഇന്റൻഷൻ അതൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുനടക്കാനാണ്. ഇന്റൻഷൻ ആണ് അവിടെ പ്രധാനം. നമുക്ക് ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് ആയിട്ട് കൊണ്ടുനടക്കാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻഡിച്ചർ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ട് ചെയ്യാം. അവസാനം വരുന്ന നെറ്റ് പ്രോഫിറ്റിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. ഈ പറയുന്ന ഡിജിറ്റൽ ഗോൾഡിലോട്ടൊക്കെ ആൾക്കാർ വന്നത് ഇപ്പം റീസെന്റ് ടൈംസിലാണ്. പക്ഷെ നമ്മൾ എപ്പോൾ നോക്കിയാലും ഒരു സീനിയർ സിറ്റിസൺ ഒക്കെ ഓപ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴും ഈ പറയുന്ന ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആയ FDs കാര്യങ്ങളാണ്. അപ്പം ഈ FDsന്റെ കാര്യത്തിലോട്ടൊക്കെ വരുമ്പം ഈ ടാക്സിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? FDന്റെ കേസിലും നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞ ഹെഡിലാണ് ഇൻട്രസ്റ്റ്, FDയുടെ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ ചാർജ് ചെയ്യുന്നത്. ആ FDന്റെ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം ഫ്രം അതർ സോഴ്സിൽ ചാർജ് ചെയ്യാം. ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഏത് ഇൻകം ചാർജ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ചെലവായിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. ഈ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണെങ്കിൽ പോലും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈക്ക് ഇപ്പൊ നിങ്ങള് ഡിബെഞ്ചറിന് ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് വിചാരിച്ചോ, ആ ഡിബെഞ്ചർ വാങ്ങാൻ വേണ്ടി നിങ്ങളെടുത്ത് ലോൺ എടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലോൺ എടുത്തതിന് ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തണ്ടേ, അത് നിങ്ങൾക്ക് ശരിക്കും എക്സ്പെൻഡിച്ചർ അല്ലേ. അപ്പൊ ഡിബെഞ്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ എനീസ് എന്ത് ചെയ്യാം, ഇൻകം കിട്ടിയതിന്റെ എനീസ് ഇത് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. നമ്മൾ എടുത്ത ലോണിന്റെ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ FDയുടെ ഇൻട്രസ്റ്റ് ഇൻകം ആണ്, നമ്മൾ ടാക്സ് ചെയ്യണം. പക്ഷെ അതൊരു റെസിഡന്റ് സീനിയർ സിറ്റിസൺ ആണ് FDയുടെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ചാപ്റ്റർ 6A ഡിഡക്ഷനിലേക്ക് എന്ത് ചെയ്യാം, 50,000 രൂപ വരെ 80TTB എന്ന് പറഞ്ഞ സെക്ഷനിൽ 50,000 രൂപ വരെയുള്ള 50,000 രൂപ വരെ നമുക്ക് എക്സംഷൻ ആയിട്ട് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അത് റെസിഡന്റ് സീനിയർ സിറ്റിസൺ മാത്രമേ ഉള്ളൂ. അതുപോലെ നോർമൽ സിറ്റിസൺ ആണ്, നോർമൽ പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് സേവിങ്സ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് മാത്രം ഒരു 10,000 ഡിഡക്ഷൻ കിട്ടും. മറ്റേ റെസിഡന്റ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ സേവിങ്സ് ബാങ്ക് ആവണമെന്നില്ല, FD ആണെങ്കിൽ പോലും അയാൾക്ക് എന്ത് കിട്ടും, 50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. അപ്പം എങ്ങനെയൊക്കെ നോക്കിയാലും എനിക്ക് തോന്നുന്നു സീനിയർ സിറ്റിസൺ കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആണ്. അതെ, അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഈ പറയുന്ന മാതിരി പാരന്റ്സിന്റെ അക്കൗണ്ടിലോ അവരുടെ അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു നല്ല. പാരന്റ്സിന് വേറൊരു ഇൻകം ഇല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ പാരന്റ്സിന്റെ അക്കൗണ്ടിൽ മാക്സിമം FD കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയി. അതേപോലെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻസിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, അതേമാതിരി പാരന്റ്സിന്റെ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക. അതേപോലെ എനിക്ക് തോന്നുന്നു പിന്നുള്ളത് ഗിഫ്റ്റ് ചെയ്യാം, പിന്നെ ട്യൂഷൻ ഫീസ് എടുക്കാം, കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ ട്യൂഷൻ ഫീസിന്റെ കേസ് പറഞ്ഞല്ലോ, നമ്മൾ എങ്ങനെയാണ് ശരിക്കും അത് ഈ ഒരു എമൗണ്ട് അവരെ കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത്ര എമൗണ്ട് ട്യൂഷൻ ഫീന്റെ റെസിപ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പം കൂടുതൽ ഇപ്പം കുട്ടികളൊക്കെ ഇപ്പം അടുത്തുള്ള വീടുകളിലൊക്കെ ട്യൂഷൻസിന് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ എങ്ങനെയാ ഒരു പ്രത്യേക ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് വെറുതെ ആ നമ്മൾ ടെമ്പററി ഒരു ചെറിയ ട്യൂഷൻ ഉണ്ടല്ലോ, പാർട്ട് ടൈം ട്യൂഷൻ അല്ല, ഇത് ഫുൾ ടൈം ട്യൂഷൻ ആയിരിക്കണം. അതായത് ഫുൾ ടൈം എഡ്യൂക്കേഷൻ. അതായത് നമ്മളൊരു കോളേജിൽ നമ്മൾ ചേർന്നു, അവിടെ കൊടുക്കുന്ന ട്യൂഷൻ ഫീ ആണ് നമുക്ക് എലിജിബിൾ. അല്ല നമ്മളൊരു പാർട്ട് ടൈം ആയിട്ട് ഒരു ട്യൂഷൻ പോയാൽ അതല്ല എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് അതായത് ഇന്ത്യയിൽ ഒരു ഫുൾ ടൈം എഡ്യൂക്കേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ, അതായത് ട്യൂഷൻ ഫീ ആണ് ATCയിൽ കിട്ടുക. അപ്പൊ അതിന്റെ റെസിപ്റ്റ് കാര്യങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് അതിന് ഡിഡക്ഷൻസ് എടുക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് അവെയർ അല്ല. പല ആൾക്കാരും ടാക്സ് പേ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഡിഡക്ഷൻസ് എടുക്കുന്നുണ്ടാവില്ല അല്ലെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് റൈറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ പറയുന്ന ടാക്സ് കൺസൾട്ടന്റ് അടുത്തോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ അടുത്തോ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിഡക്ഷൻസും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ഷൻ ആയി കിട്ടും. ഹൗസിംഗ് ലോണിന്റെ പ്രിൻസിപ്പൽ റീപേയ്മെന്റ് ATCയിൽ ഡിഡക്ഷൻ ആയി കിട്ടും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തു, എഡ്യൂക്കേഷൻ ലോണിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാൻ വേണ്ടി നിങ്ങൾ ലോൺ എടുത്തു, ആ ലോണിന്റെ അതിനനുസരിച്ച് വരുന്ന ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇതൊക്കെ ചാപ്റ്റർ 6 വരുന്ന കുറെ അനവധി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതേപോലെ ഇപ്പം നമ്മള് ഫോൺ കാര്യങ്ങൾ EMI എടുക്കുമല്ലോ, അപ്പൊ ഡെഫിനറ്റ്ലി അതിന് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടില്ല. സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഡിഡക്ഷൻസ് മാത്രമേ ചാപ്റ്റർ 6 കിട്ടുള്ളൂ. ഇപ്പം പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ്സിന് വേണ്ടിയിട്ടാണ്. പലരും റൈറ്റ് ടൈമിന് പേ ചെയ്യാണ്ട്. അപ്പം അതിന് മുകളിൽ നമ്മൾ പേ ചെയ്യുന്ന ഈ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ നമുക്ക് ഡിഡക്ഷൻസ് കിട്ടുന്നുണ്ടോ? ഈവൻ നമുക്ക് പേഴ്സണൽ അല്ല, നമ്മുടെ ഒരു ബിസിനസിന് വേണ്ടിയിട്ട് ആ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഷോർട്ട് ടൈം ഫൈനാൻസാ അല്ലെ. നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എടുത്താൽ ആ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കാൻ പറ്റും ഒരു ബിസിനസ് ആണെങ്കിൽ. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ഷോർട്ട് ടൈം ഫൈനാൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നെങ്കിൽ അതിന് കൊടുത്ത ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലേറ്റ് ഫീ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മാതിരി ബിസിനസ്സുകൾക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ട് അല്ലെങ്കിൽ ഡിഡക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുന്നത് നല്ലൊരു മെത്തേഡ് അല്ലേ?
ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം. ഷോർട്ട് ടൈം ഫൈനാൻസ് എന്നുള്ള രീതിയിൽ അവർക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം. അപ്പൊ അതിൽ നിന്നും ഒരു ഡിഡക്ഷൻ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഡിഡക്ഷൻ കിട്ടും. ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിനാണ് അവിടെ ഡിഡക്ഷൻ കിട്ടുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ EMIന്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ഷൻസ് ആയിട്ട് എടുക്കാം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ. അപ്പം ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവര് ബിസിനസിന്റെ പേരിലുള്ള ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് ഈ പറയുന്ന, അതോ നമുക്ക് ആ ലൈക്ക് അതിന്റെ ഫൗണ്ടേഴ്സോ അതിന്റെ പ്രൊമോട്ടേഴ്സോ അവരുടെ പേരിൽ എടുത്തത് കൊണ്ട് നമുക്ക് അതിന്റെ ഡിഡക്ഷൻസ് കിട്ടും? ലൈക്ക് ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ നമ്മുടെ പേരിലുള്ള ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ബിസിനസ് വേണ്ടി യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ബിസിനസിന് വേണ്ടി എന്തെങ്കിലും ഐറ്റംസ് വാങ്ങി അപ്പൊ അതിന്റെ ആ ലോണിന്റെ അഗൈൻസ്റ്റ് വരുന്ന ഇൻട്രസ്റ്റ് എന്തെങ്കിലും ചെയ്യാം, എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കാം. ഓക്കെ, ഒരു ബിസിനസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ബിസിനസിന്റെ പേരിലുള്ള കാർഡ് ആയിരിക്കണം. ഇപ്പൊ നമ്മള് പല പല ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ട്രേഡേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാം. ട്രേഡേഴ്സിന് പറ്റിയ അല്ലെങ്കിൽ ട്രേഡേഴ്സിന് ടാക്സ് ഡിഡക്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് സജഷൻസ് പറയാൻ പറ്റുമോ? ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ചെയ്യുന്നത്, അവർക്കൊരു തോട്ടുണ്ട്, ഇൻകം കിട്ടിയാൽ മാത്രം അവർക്ക് എന്ത് ചെയ്താൽ മതി, ഫയൽ ചെയ്താൽ മതി, ITR ഫയൽ ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി എന്നുള്ള പ്രതീക്ഷയുണ്ട്. ശരിക്കും അവർ ലോസ് ആകുമ്പോൾ അവർ എന്ത് ചെയ്യണം, ഈവൻ ഇഫ് അവർക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് അല്ലെങ്കിൽ ഇൻട്രാഡേയിലെ ലോസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ലോസ്, ഈവൻ അവർക്ക് ലോസ് ആണ് കിട്ടിയതെങ്കിൽ അവർ എന്ത് ചെയ്യുക, ITR ഫയൽ ചെയ്യുക. അപ്പോൾ അവർക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും, ക്യാരി ഫോർവേഡ് എന്നുള്ള ബെനിഫിറ്റ് കിട്ടും. അവർക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചർ ഇയറിലേക്ക് ഈ ലോസ് അവർക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ഫ്യൂച്ചർ ഇയറിന്റെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്ത് ബാക്കിയുള്ള അമൗണ്ടിന് അടച്ചാൽ മതി. നമ്മൾ ITR ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ ഈ വർഷം ലോസ് ആയിരുന്നു, ഫയൽ ചെയ്തില്ല, അടുത്ത വർഷം ഇൻകം ഉണ്ടായി, ആ ഇൻകത്തിന്റെ മൊത്തം എത്രയാണോ ഇൻകം കിട്ടിയത് അതിന്റെ അഗൈൻസ്റ്റ് മൊത്തം എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കേണ്ടി വരും. ബട്ട് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ലോസ് ആണെങ്കിൽ നമ്മൾ ലോസ് ആയാലും ഫയലിംഗ് മാൻഡേറ്ററി ആണ്. സോ ദാറ്റ് നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ ഈ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇല്ല നമുക്ക് ലോസ് ഉണ്ടെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അറിയിക്കണം. അത് ITR വഴിയാണ് നമ്മൾ അറിയിക്കുക. അല്ല അതല്ല, ഇപ്പോ പ്രോഫിറ്റ് കിട്ടി ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഫസ്റ്റ് മന്ത് നമുക്ക് ലോസ് ആയിരുന്നു, സെക്കൻഡ് മന്ത് നമുക്ക് പ്രോഫിറ്റ് ആണ്. ഫസ്റ്റ് മന്ത് നമ്മൾ ചെയ്തിട്ടില്ല, സെക്കൻഡ് മന്ത് ചെയ്യുമ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ലോസ് വന്ന ഒരു ടൈമിലേയും കൂടി കൂട്ടിയിട്ട് നമുക്ക് ആ ഇയറിന്റെ മൊത്തത്തിൽ ഒരുമിച്ച് കൺസിഡർ ചെയ്താൽ മതി. ആ ഇൻകം ആ ഇയറിന്റെ ഇൻട്രാഡേ എന്ന് പറഞ്ഞൊരു ഇൻകം മാസം ഇന്ന് ഇൻകം ആയിരിക്കും, നാളെ ലോസ് ആയിരിക്കും, അതൊന്നും കൺസിഡർ ചെയ്യേണ്ട. ഒരു വർഷത്തിൽ മൊത്തം ഇയറിൽ മൊത്തത്തിൽ ത്രൂ ആ എൻ്റയർ ഇയറിന്റെ ഇതെടുത്ത് നോക്കുമ്പോൾ ഇൻട്രാഡേയിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ITR ഫയൽ ചെയ്യുക, ലോസ് ആണെങ്കിൽ ഫയൽ ചെയ്യുക, അടുത്ത വർഷം അല്ലെങ്കിൽ ഇന്നത്തെ വർഷം നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതേപോലെ ഈ പലർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ ആണ്, നമ്മൾ ശരിക്കും ITR ഫയൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത് ക്വാർട്ടർലി ആണോ, ഇയർലി ആണോ, മന്ത് വൈസ് ആണോ, എങ്ങനെയായിരിക്കും അതിന്റെ സെൽഫ് അസസ്മെന്റ്? അതിന് കുറെ കൺസെപ്റ്റ് ഉണ്ട്. ബട്ട് നോർമലി പറയുകയാണെങ്കിൽ സെൽഫ് അസസ്മെന്റ് ടാക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇയർ എൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇയർ എൻഡിൽ അടയ്ക്കുക. പിന്നെ അതിന്റെ കുറെ ഇഗ്നിസ് വരുന്ന അഡ്വാൻസ് ടാക്സ് നമ്മൾ ക്വാർട്ടർലിയാണ് അടയ്ക്കേണ്ടത്. അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആയ പേഴ്സൺ മാത്രം എന്ത് ചെയ്താൽ മതി, അഡ്വാൻസ് ടാക്സ് അടച്ചാൽ മതി. നോർമലി പേഴ്സൺ ഒരാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നോർമലി അഡ്വാൻസ് ടാക്സ് വലിയ ആൾക്കാർ വലിയ ഇൻകം ഉള്ള ആൾക്കാരെ ചെയ്യുന്നത്. നോർമലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയർ എൻഡിൽ നിങ്ങൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക. ഇയർ എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് April to നെക്സ്റ്റ് 31st March വരെയാണ്. ഓക്കെ, അപ്പൊ ആ ഫൈനാൻഷ്യൽ ഇയർ തീർന്നു കഴിയുമ്പോൾ ഇനി വരുന്ന ഇയറിലാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാം. എന്നിട്ട് കമ്പ്യൂട്ട് ചെയ്തിട്ട് എത്രയാണോ ടാക്സ് അടയ്ക്കേണ്ടത് അടച്ചു പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച്, ഒരു സാധാരണ ചെറിയ രീതിയിലുള്ള ഇൻകം കാര്യങ്ങൾ ഏൺ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ ചെറിയ ടാക്സ് കാര്യങ്ങൾ പേ ചെയ്യേണ്ടി വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സജഷൻസ് പറയാമോ? അതായത് ഏതൊക്കെ രീതിയിൽ അവർക്ക് ലീഗലി ടാക്സ് ഡിഡക്ട് ചെയ്യാൻ പറ്റും, ടാക്സ് ഡിഡക്ഷൻസ് എടുക്കാൻ വേണ്ടി ലീഗലി എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സ്മോൾ ടാക്സ് പേസ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, മിക്കവാർക്കും എല്ലാവർക്കും പറ്റുന്ന ഒരു കേസ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു പഴയ ടാക്സ് റെജീം ആണെങ്കിൽ 5 ലക്ഷം വരെ റിബേറ്റ് കിട്ടും. മിക്കവാറും കേസിൽ 6 ലക്ഷം ആയിരിക്കും അവരുടെ ഇൻകം. അവർക്ക് ആ റിബേറ്റിന്റെ ബെനിഫിറ്റ് നഷ്ടമാവും. അപ്പോൾ 6 ലക്ഷം ഇൻകം ഉള്ളവർ 5 ലക്ഷത്തിന്റെ അടിയിലോട്ട് എത്തിക്കാൻ എന്ത് ചെയ്യുക, Chapter 6A പോലത്തെ ഡിഡക്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ലൈഫ് ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂഷൻ ഫീ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോട്ടൽ ഇൻകം 6 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷത്തിന്റെ അടിയിലോട്ട് എത്തിക്കാം. അതുപോലെ തന്നെ പുതിയ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുന്നവർക്ക് 7 ലക്ഷം വരെ എന്താണ് റിബേറ്റ് കിട്ടും. അപ്പൊ 7 ലക്ഷം വരെ റിബേറ്റ് കിട്ടുന്ന ഒരാൾ 8 ലക്ഷമാണ് അവരുടെ ഇൻകം എങ്കിൽ അവർക്ക് റിബേറ്റ് നഷ്ടമാവും. കാരണം 7 ലക്ഷമോ 7 ലക്ഷത്തിന്റെ അടിയിലാണ് എന്റെ ടോട്ടൽ ഇൻകം എങ്കിൽ മാത്രമേ റിബേറ്റ് കിട്ടുള്ളൂ. ഇപ്പൊ 8 ലക്ഷം രൂപ ടോട്ടൽ ഇൻകം ഉള്ള ഒരാൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ പ്ലാൻ ചെയ്യുക. ആ ഇയറിൽ, അതായത് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് നടത്തിയാൽ കിട്ടൂല, ആ ഇയറിൽ തന്നെ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം. അതായത് Chapter 6A ഡിഡക്ഷൻ ഒക്കെ കിട്ടണമെങ്കിൽ ആ ഇയറിൽ തന്നെ നടത്തണം. അപ്പൊ അതിന് മുന്നേ പ്ലാൻ ചെയ്യുക, എന്റെ ടോട്ടൽ ഇയറിന്റെ ഇൻകം 7 ലക്ഷത്തിൽ കൂടുന്നുണ്ട്, അപ്പൊ 7 ലക്ഷത്തിന്റെ അടിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ആ റിബേറ്റിന്റെ ബെനിഫിറ്റ് കിട്ടും. 7 ലക്ഷത്തിന്റെ അടിയിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. ആ ബെനിഫിറ്റ് നമ്മൾ നേരത്തെ മുൻകൂട്ടി കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
സ്പെസിഫിക്കലി ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ചാപ്റ്റർ 6 ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടി ATC കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും 5 year FD ഇട്ടാലും ചാപ്റ്റർ 6 കിട്ടും, ATC കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്താലും ATC കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസി എടുത്താൽ 80Dയിൽ കിട്ടും 25,000. അല്ലെങ്കിൽ റെസിഡന്റ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 വരെ ഡിഡക്ഷൻ കിട്ടും. അപ്പൊ അതുപോലെ പ്ലാൻ ചെയ്താൽ കുറച്ചും കൂടി അവർക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. നമ്മൾ ശരിക്കും ഇപ്പൊ ഇത്രയും ഡിഡക്ഷൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം എന്റെ ഒരു ഡൗട്ട് ആണ് കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് മന്ത് ആണ് ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നതെന്ന് ഇരിക്കട്ടെ. പക്ഷെ നമ്മൾ ഈ ഒരു മന്ത് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ അതിലൊക്കെ മീൻസ് ഈ പറയുന്ന ഡിഡക്ഷൻസ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ്സിൽ നമ്മൾ ഈ മാസം ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്ത മാസത്തെ ഡിഡക്ഷൻസിലേക്ക് നമുക്ക് എലിജിബിൾ ആയിരിക്കുമോ? നമ്മൾ ഇയർലി ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇയർലി ആണ്. അത് ആ ഫിനാൻഷ്യൽ ഇയർ April to 31st. ഇപ്പൊ നമ്മൾ ഏത് ഇയറിന്റെ കമ്പ്യൂട്ട് ചെയ്യാം, ആ April 2023 തൊട്ട് March 2024 വരെയുള്ള ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിൽ നമുക്ക് ചാപ്റ്റർ 6 കിട്ടണമെങ്കിൽ ആ ഇയറിൽ തന്നെ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം. അതായത് 1st April തൊട്ട് 31st March വരെ അതിന്റെ ഉള്ളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തിട്ടുള്ളൂ, ചാപ്റ്റർ 6 കിട്ടുള്ളൂ. അതിനുശേഷമാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഈ വർഷത്തെ ഡിഡക്ഷൻ ആയിട്ട് നമുക്ക് ഇത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് മുന്നേ എപ്പോഴെങ്കിലും ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു മാസം ചെയ്താൽ മതി, ആ ഇയറിലായിരിക്കണം എന്നുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇൻഡിവിജ്വൽസിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. അതേപോലെ തന്നെ ഈ ഇപ്പം റിയൽ എസ്റ്റേറ്റിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവരുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും ഒരു ഡിഡക്ഷൻസ് ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ലീഗലി ടാക്സ് ഡിഡക്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്കീംസ് ഉണ്ട്. പക്ഷെ ഇതിനെ പറ്റിയിട്ട് ആൾക്കാർ അവെയർ ആവുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് അവരുടെ ടാക്സ് പ്ലാനിങ്ങിനെ പറ്റിയിട്ടും അവർക്ക് എന്ത് സജഷനാണ് ശരിക്കും കൊടുക്കാൻ പറ്റുന്നത്? നമ്മുടെ എല്ലാ കേസിലും ഈ ടാക്സ് ബേസ് വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആ ഇയർ കഴിഞ്ഞതിന് ശേഷം അവർ കൊണ്ടുവന്നിട്ട് അവരുടെ ഇൻകം ഡീറ്റെയിൽസ് തന്നിട്ട് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ട് അവർക്ക് ചെയ്യാൻ ഡിഡക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണിക്കാനാണ് പറയുക. പക്ഷെ ശരിക്കും നമുക്ക് ആ സമയത്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ പ്രോപ്പർലി ടാക്സ് പ്ലാൻ ചെയ്യേണ്ടത് ആ ഇയറിന്റെ ബിഗിനിങ് തന്നെ പ്ലാൻ ചെയ്യാം. എൻ്റെ ഈ വർഷത്തെ ഇൻകം എത്ര ആയിരിക്കും, ഇപ്പം ഇത്രയും ടാക്സ് വേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പം നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക. ആ ഇയറിൽ തന്നെ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിന് മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ചാപ്റ്റർ 6 കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ ഇയർ സ്റ്റാർട്ടിങ് തന്നെ എന്ത് നമ്മൾ പ്രോപ്പർ പ്ലാനിങ് വേണം. ആ ഇയർ കഴിഞ്ഞിട്ടല്ല നമ്മൾ ഇത്രയും ടാക്സ് അടയ്ക്കേണ്ടി വരുമെന്ന് നോക്കേണ്ടത്. ആ ഇയറിന് തുടക്കം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കും. ചാപ്റ്റർ 6 കറക്റ്റായി കിട്ടും. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് റെഡ്യൂസ് ചെയ്യാം. ശരിക്കും നമുക്ക് ഈ പറയുന്ന ടാക്സിനെ പറ്റിയിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ കാര്യങ്ങളുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ കൂടെ ഒരു വാല്യുബിൾ ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ് അ ലോട്ട്. ഓക്കെ.